ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ സംസ്ഥാനം സാക്ഷരതയ്ക്ക് പേരിലേണ്ട നമ്മുടെ കേരളമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആത്മഹത്യകൾ നമ്മുടെ സംസ്ഥാനത്തിൽ കൂടാൻ കാരണം എന്നറിയൂ? നമുക്ക് എല്ലാവർക്കും ആഗ്രഹം, നമുക്ക് എല്ലാവർക്കും ഇഷ്ടം ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമാണ്. എന്നാൽ കഴിഞ്ഞ 19 വർഷമായി ചക്രത്തെ സ്വീകരിക്കുന്ന 26 വയസ്സ് വരെ നിങ്ങളെക്കാൾ പൂർണ്ണ ആരോഗ്യമുണ്ടായിരുന്ന ഈ സംസാരിക്കുന്ന ഗവേഷകരും പറയുന്നു, നമുക്ക് വേണ്ടത് ആരോഗ്യമുള്ള ശരീരത്തിനൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി നമുക്ക് വേണ്ടത് ആരോഗ്യമുള്ള ഒരു മനസ്സാണ്. ആരോഗ്യമുള്ള മനസ്സെന്നേ ആരോഗ്യമുള്ള ചിന്തകൾ വരും. ആരോഗ്യമുള്ള ചിന്തകളാണോ നമ്മുടെ പ്രവൃത്തികളായിട്ട് മാറുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നമ്മുടെ വിനോദങ്ങൾ പറഞ്ഞു, ആത്മഹത്യ നിരക്കുകൾ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ 2 സെക്കൻഡിലും 4 പേരാണ് അത്ര നമ്മുടെ ഈ ലോകങ്ങളിൽ വിടമഞ്ഞു പോകുന്നത്. ഏകദേശം 1.5 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ ഓരോ ദിവസവും ഒരു കാരണവുമില്ലാതെ ഈ ലോകത്ത് വിടമഞ്ഞു പോവുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ അല്ലെങ്കിൽ ജീവിതത്തിന്റെ വില എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ ഞാൻ പറയുന്നത് കുറച്ചും കൂടി നമുക്ക് മനസ്സിലാവും. നിങ്ങളുടെ ജീവിതത്തിന്റെ പർപ്പസ് എന്താണെന്ന് മനസ്സിലായാൽ ഞാൻ പറഞ്ഞത് കുറച്ചും കൂടി മനസ്സിലാവും. ഒരു ചെറിയൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ ഈ സെഷൻ തുടങ്ങാം. ഈ ചോദ്യം ഇവിടെ ഇരിക്കുന്ന ടീച്ചേഴ്സിന് ബാധകമാണ്, എല്ലാവർക്കും ബാധകമാണ്. പക്ഷെ നിങ്ങൾ അതിന് ആത്മാർത്ഥമായിട്ട് ഉത്തരം പറയണം. നുണ പറയരുത്. കാരണം നുണ പറഞ്ഞാൽ എനിക്ക് വേഗം മനസ്സിലാവും. മനസാക്ഷിയെ വഞ്ചിക്കാതെ ഇന്നത്തെ കാലത്തിന്റെ ഏറ്റവും വലിയ അനിവാര്യതയായ ഈ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോട് ചോദിച്ചുകൊണ്ട് ഈ സെഷൻ നമുക്ക് തുടങ്ങാം. ഓക്കെ ആണ് എല്ലാവരും? വളരെ സിമ്പിൾ ആയിട്ടുള്ള ആ ചോദ്യം ഇതാണ്: എന്റെ മുന്നിലിരിക്കുന്ന എത്ര പേർക്ക് ആത്മാർത്ഥമായി സത്യസന്ധമായി നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഏട്ടനോട് പറയാൻ പറ്റും, ഏട്ടാ ഞാൻ എന്റെ ജീവിതത്തിൽ ഹാപ്പിയാണെന്ന് എത്ര പേർക്ക് ആത്മാർത്ഥമായി സത്യസന്ധമായി പറയാൻ പറ്റും? ഒരാൾ. ശരി, 2 പേര്. കുറച്ച് ടൈം എടുത്തു എന്നാണ് 2 പേര് പറഞ്ഞു. ഇനി എല്ലാവരും ഓരോരുത്തർ കൈകൊണ്ടിരിക്കും. യെസ്, ശരി, 2-3 പേര് പറഞ്ഞു എന്നുള്ളത് സന്തോഷം തരുന്നു. ഞാൻ എന്റെ എല്ലാ ക്ലാസ്സിലും ഈ റിലവന്റ് ആയിട്ട് ചോദ്യം ചോദിക്കാറുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആരും സത്സെന്ന് പറയാറില്ല. ഞാൻ ഹാപ്പിയാണ്. ഇവിടെ 2-3 പേര് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ശരി, ഇതേ ചോദ്യം കഴിഞ്ഞ 19 വർഷമായി ചക്രവർത്തിയിരിക്കുന്ന 26 വയസ്സ് വരെ നിങ്ങളെക്കാൾ പൂർണ്ണ ആരോഗ്യവാനായിരുന്ന ഗണേശേട്ടനോട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് കൈ പൊന്തിച്ചുകൊണ്ട് നിങ്ങളുടെ പേര് പറഞ്ഞു ഏട്ടൻ ചോദിച്ച അതേ ചോദ്യം ഒന്ന് ചോദിക്കാൻ പറ്റുമോ? ഏട്ടൻ ഹാപ്പിയാണോ? ഒരാൾ ആരായി? മോളുടെ പേര് പറയൂ. മോളുടെ പേര് പറയണ കൊടുക്ക, കൈ കൊടുക്ക. നോക്കൂ, നമ്മളിവിടെ യാതൊരു ഫോർമാലിറ്റിയും ഇല്ലാത്ത സെഷനിലാണ്. നിങ്ങളുടെ നല്ലൊരു ഇൻവോൾവ്മെന്റ് ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്കറിയാം ഈ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ ഈ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ഞാൻ ഒരു കാര്യം ഉറപ്പ് തരാം, നിങ്ങൾ ഇതുവരെ ചിന്തിക്കാത്ത പല കാര്യങ്ങളും നിങ്ങൾ ചിന്തിക്കും. നിങ്ങളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി. അത് ഞാൻ തന്നെ ഉറപ്പാണ്. മോളുടെ പേര് അമയാലക്ഷ്മി. വെരി ഗുഡ്. ഇതേ ആരെങ്കിലും സംസാരിച്ചാൽ ഞാൻ അത്രയും ആത്മാർത്ഥത്തോടെയാണ് ഞാൻ വിളിക്കുന്നത്. നേരത്തെ വിനോദ് സാർ പറഞ്ഞ പോലെ ഏറ്റവും വലിയ ഇറിറ്റേറ്റിംഗ് എന്ന സംഭവം, നമ്മൾ ആത്മാർത്ഥയോടെ സംസാരിക്കുന്ന സമയത്ത് അവിടെ കളിക്കുക, ചിരിക്കുക, ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞോളൂ, ഞാൻ നിങ്ങളെ കൊണ്ടുവരില്ല. അതല്ല ഇവിടെ ഇരുന്ന് സംസാരിക്കാമെന്നുള്ളതെങ്കിൽ പ്ലീസ്, അത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആവും. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും? ഇല്ല. ഓക്കെ, മോളൊരു ചോദ്യം. ഏട്ടാ നിങ്ങൾ ഹാപ്പിയാണോ? അല്ലെ? വളരെ അർത്ഥവർത്ഥമായിട്ട് ചോദിച്ചാണ്. ശരിക്കും പോകും. എന്റെ പൊന്നതിൽ ചോദിച്ച ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിച്ച അതേ ചോദ്യമാണ്. ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാണ്. കഴിഞ്ഞ 19 വർഷമായി വീഴ്ചയിലിരിക്കുന്ന 26 വയസ്സ് വരെ ഞാൻ റിപ്പീറ്റ് ചെയ്തു. നിങ്ങളെക്കാൾ അതെന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. 26 വയസ്സ് വരെ നിങ്ങളെക്കാൾ പൂർണ്ണ ആരോഗ്യവാനായിരുന്ന ഗണേശേട്ടൻ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആത്മാർത്ഥമായി സത്യസന്ധമായി നിങ്ങളോട് പറയാണ്, ഞാൻ 100 അല്ല പോലെ
ശതമാനവും എന്റെ ജീവിതത്തിൽ ഞാൻ ഹാപ്പിയാണ്. ഞാൻ ഹാപ്പിയാണ് എന്ന് പറയാനുള്ള കാരണം 19 വർഷം മുമ്പുള്ള ഗണേശനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിരുന്നെങ്കിൽ എനിക്ക് നിങ്ങളുടെ ചോദ്യത്തിന് ഇത്രയും ആത്മാർത്ഥമായിട്ട് ഉത്തരം തരാൻ പറ്റില്ല. 19 വർഷങ്ങൾക്ക് ശേഷം ആക്സിഡന്റിന് ശേഷം 99% കൈവിട്ട് പോയൊരു ഗണേശ് ഉണ്ടായിരുന്നു. ആ ഗണേശിനെ കുറിച്ച് നമ്മൾ സെക്കൻഡ് പോലും ചിന്തിച്ചാൽ ഓണോത്തരം ചോദിച്ചെങ്കിൽ ഇത്രയും നല്ല ഉത്തരം പറയാൻ പറ്റില്ല. ഒന്നുകൂടി പറഞ്ഞാൽ, മോൾ എന്നോട് ചോദിച്ചപ്പോ ഞാൻ എന്റെ ഇല്ലായ്മകളെ കുറിച്ചോ പ്രശ്നങ്ങളെ കുറിച്ചോ പരാതികളെ കുറിച്ചോ പ്രതിസന്ധികളെ കുറിച്ചോ ഞാൻ ആലോചിച്ചിട്ടുള്ളൂ. എന്റെ ജീവിതത്തിലായ ചെറിയ ചെറിയ സന്തോഷങ്ങളെ കുറിച്ചും ചെറിയ ചെറിയ അവസരങ്ങളെ കുറിച്ചും ഞാൻ ചിന്തിച്ചത് കൊണ്ടാണ്. അല്ലെങ്കിൽ അതെനിക്ക് സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കാൻ എനിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. മോൾ എന്നോട് ഹാപ്പിയാണ് ചെല്ലുമ്പോൾ ഏട്ടൻ ഒന്നും ആലോചിക്കാതെ 110% ആത്മാർത്ഥവരെ ഹാപ്പിയാണെന്ന് പറയാൻ കാരണം. ഇതേ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിച്ചപ്പോ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾക്കില്ലാത്തതിനെ കുറിച്ചോ നിങ്ങൾ നേരിട്ട വിഷമങ്ങളെ കുറിച്ചോ നിങ്ങൾ നേരിട്ട ദുഃഖങ്ങളെ കുറിച്ചോ പ്രതിസന്ധികളെ കുറിച്ചോ പ്രാരാബ്ദങ്ങളെ കുറിച്ചോ ഒക്കെ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ചിന്തിച്ചതുകൊണ്ടാണ് നിങ്ങൾ ഞാൻ ഹാപ്പി അല്ല എന്ന് പറയാൻ കാരണം. മക്കളെ, ഹാപ്പി എന്ന് പറഞ്ഞാൽ, സന്തോഷം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പ്ലഷർ, നിമിഷരസങ്ങളല്ല. ഇത് ആശയങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീരും. സന്തോഷം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പ്ലഷർ. സന്തോഷം എന്ന് പറഞ്ഞാൽ സമാധാനമാണ്. ഇറ്റ്സ് പീസ്. എന്താണ് സന്തോഷം എന്ന് പറഞ്ഞാൽ? സമാധാനമാണ്. രാത്രി സമയത്ത് 2 മണിക്കും 3 മണിക്കും ദാഹം വരുമ്പോ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള മേശപ്പുറത്ത് ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം എടുത്തു പിടിക്കാൻ 2 കാലില് നടന്നു പോയി ആ ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ എന്റെ മക്കൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഗണേശനെ പോലെയുള്ള ഏകദേശം 6-7 ലക്ഷം വരുന്ന ആളുകൾക്ക് മുൻപിൽ ദൈവം തന്ന അനുഗ്രഹമാണ് നിങ്ങളുടെ ആരോഗ്യം. അല്ല സാർ, ആഗ്രഹിക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം നടന്നു പോയി എടുക്കാൻ പറ്റുന്നില്ലേ? അത് ഈ ലോകത്ത് ദൈവം തന്ന അനുഗ്രഹമാണ് നിങ്ങളുടെ ആരോഗ്യം. അല്ലേ? നിങ്ങളുടെ ഗൂഗിൾ പേയിൽ 100 രൂപ പോലും ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 1 രൂപ പോലും കയ്യിൽ എടുക്കാതെ മറ്റൊരാളുടെ മുന്നിൽ പിച്ചയ്ക്ക് നടക്കേണ്ടതിന് മുന്നിലുള്ള ദൈവത്തിന്റെ അനുഗ്രഹമാണ് നിങ്ങളുടെ 100 രൂപയുടെ ആ ഒരു ബാലൻസ്. ഏറിക്കിടക്കാൻ ഒരു കയറിക്കിടക്കുന്ന ഒരു കൂര, നാണം നടക്കുന്ന ഒരു വസ്ത്രം, ഒരു മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളെല്ലാം നിറവേറ്റാനുള്ള സാഹചര്യം നമുക്ക് ഇടയില് അതും ദൈവത്തെ സംബന്ധിച്ചിടത്തോളം. ഇന്ന് ഈ പരിപാടി കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ അമ്മ നിങ്ങളോട് പറയും, നിങ്ങളുടെ അച്ഛൻ നിങ്ങളോട് പറയും, മോളെടാ നമ്മുടെ വീട്ടിനടുത്തുള്ള ഏതെങ്കിലും ദിവസം അറിയാവുന്ന ഏട്ടൻ ഇന്നലെ രാത്രി കിടക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ടായില്ല, ഇന്ന് രാവിലെ പോയി അവർ മകൻ വിളിച്ചു നോക്കുമ്പോൾ ഉറക്കത്തിൽ എണീക്കുന്നില്ല, ഉറക്കത്തിൽ അറ്റാക്ക് വന്ന് വിളിക്കുന്നു. നിങ്ങൾക്ക് ഏറെ ഇഷ്ടമുള്ള ഏട്ടൻ രാവിലെ എന്തോ സാധനം മേടിക്കാൻ വേണ്ടി കടയിൽ പോയപ്പോ ഒരു ലോറി വന്ന് വിളിച്ചു, സ്പോട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏട്ടൻ മരിച്ചുപോയി. ഇത് 2 ഉദാഹരണങ്ങളാണോ? ഈ 2 ഉദാഹരണങ്ങളായിട്ട് പറയാൻ കാരണം ഇന്നലെ രാത്രി ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും കാണാത്ത സ്ഥലങ്ങൾ കാണണം, കഴിക്കാത്ത ഭക്ഷണങ്ങൾ കഴിക്കണം, അച്ഛന്റെ ഒപ്പയുടെ ഒപ്പം കൂടുതലിരിക്കണം, അച്ഛന്റെ ഒപ്പം അമ്മയുടെ ഒപ്പം ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി കടന്ന പലരും ഇന്ന് പുലരി കണ്ടിട്ടില്ലടോ. ദൈവം അവർക്ക് അവസരം കൊടുത്തിട്ടില്ല. അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഈ ലൈവായിട്ടുള്ള ലോകത്ത് ലൈവായിട്ട് നോക്കി ഈ നിമിഷം എൻജോയ് ചെയ്യുന്ന അവസരം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. 7 വർഷം മുമ്പ് ഞാൻ വായിച്ചൊരു വാർത്ത ഇന്നും എന്റെ എപ്പോഴും വൈകിട്ടാണ്. ആ വാർത്ത ഇങ്ങനെയാണ്: ബീഹാറിലെ 7ാം ക്ലാസ് പഠിക്കുന്ന നിങ്ങളുടെയൊക്കെ അനിയത്തിരി പ്രായമുള്ള ഒരു കുട്ടി വീട്ടിൽ കൊടിയ ദാരിദ്ര്യമാണ്. സ്കൂളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന കുട്ടിയുടെ ജീവിതം കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഒരു വെക്കേഷൻ വന്നപ്പോ ആ കുട്ടിക്ക് സ്കൂളിൽ നിന്ന് ഭക്ഷണം കിട്ടാത്ത അവസരം വന്നു.
നിങ്ങളുടെ അനിയത്തിയുടെ പ്രായമുള്ള 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി 7 ദിവസം പട്ടിണി കിടന്നു. സ്വാഭാവികമായിട്ടും 7ാമത്തെ ദിവസമാകുമ്പോൾ മരിച്ചു പോകും. എന്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് അറിയുമോ, 7ാമത്തെ ദിവസം മരിച്ചുപോയ ആ കുട്ടിയുടെ ശവശരീരം പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോ ആ കുട്ടിയുടെ ആവാസയിൽ പോലും ദഹിച്ചു പോയൊരവസ്ഥയായി. ഭക്ഷണം കിട്ടാതെ, ഒരു നേരത്തെ ഭക്ഷണത്തിന് എരിവ് കൊടുക്കാം, പുളി കൊടുക്കാം, ഉപ്പ് കൊടുക്കാം, എനിക്ക് വേണ്ട അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഡയറ്റ് ഒന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ പാത്രം തട്ടി മാറ്റുന്നുണ്ടെങ്കിൽ എന്റെ മക്കൾ മനസ്സിലാക്കണം, ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ മറ്റൊരാളുടെ കൈതെല്ലാം പോലും ആവാതെ പട്ടിണി എന്ന് മരിക്കുന്ന ഇത്തരത്തിലുള്ള കുട്ടികളുടെ ലോകത്ത് നമ്മൾ ജീവിക്കും. ഏറ്റവും വലിയ വിരോധാഭാസം, ഈ 7 ദിവസം പട്ടിണി എന്ന് മരിച്ചുപോയ കുട്ടിയുടെ പേര് സന്തോഷകുമാരി. സന്തോഷകുമാരി എന്നുള്ള പേരുള്ള കുട്ടിക്ക് 7 ദിവസം പട്ടിണി കിടന്ന് മരിക്കേണ്ട ഗതികേടാണ് നമ്മുടെ രാജ്യത്ത്. അപ്പോഴാണ് പ്രത്യേകിച്ച് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഞാൻ ഹാപ്പിയാണ് ചെല്ലുമ്പോൾ ഒന്നും പറയാതെ, നിങ്ങൾ ഒന്നും ചിന്തിക്കാതെ ഞാൻ ഹാപ്പിയാണ്. ജീവിതത്തിൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഞാൻ ഹാപ്പിയാണ് വെച്ചപ്പോ അൺഹാപ്പിയാണെന്ന് പറഞ്ഞാൽ എന്റെ മക്കൾ അറിയേണ്ട ഒരു സമൂഹമുണ്ട്. നിങ്ങൾ വളരെ ശ്രദ്ധയോടിരിക്കുന്നു. താങ്ക് യു. നിങ്ങൾ അറിയേണ്ട ഒരു സമൂഹമുണ്ട് എന്റെ മക്കളെ. നിങ്ങൾ ഇന്നുവരെ അറിയാത്തൊരു സമൂഹം, എന്നാൽ എന്റെ റെസ്പോൺസിബിലിറ്റിയാണ് സമൂഹത്തിൽ നിങ്ങൾ അറിയേണ്ട ആ സമൂഹം ഏതാണെന്നറിയോ? ഏട്ടനെ പോലെ തന്റെ വെള്ള കൊടുത്താലോ അല്ലാതെയോ അപകടം പറ്റി അസുഖം ബാധിച്ചൊക്കെ 10, 20, 25, 30 വർഷങ്ങളോളം സ്വന്തം വീടിന്റെ മേൽക്കൂര മാത്രം നോക്കി 8 കാലി കൂട് കൂടുന്നു കണ്ടുകൊണ്ട് ഒന്ന് തിരിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ 4 അല്ലെങ്കിൽ 5 പേരുടെ സഹായം കാണിച്ചുകൊണ്ട് രാത്രി 2 മണിക്കോ 3 മണിക്കോ അസാധ്യമായിട്ട് ദാഹം വരുമ്പോൾ ടീച്ചറെ തനിക്ക് താഴെ കാവൽ കിടന്നു വെക്കുന്ന അച്ഛനെയോ അമ്മയോ വിളിക്കണ്ടേ എന്നുള്ള ബുദ്ധിമുട്ട് കാരണം, അവരുടെ ഉറക്കം തടസ്സപ്പെടുത്തണ്ടേ എന്നുള്ള ബുദ്ധിമുട്ട് കാരണം 2 മണിക്ക് 3 മണിക്കുണ്ടാകുന്ന ദാഹം സ്വയം വേണ്ടാന്ന് വെച്ചുകൊണ്ട് ഒന്ന് തിരിഞ്ഞെടുക്കണമെങ്കിൽ 4 പേരെ പ്രതീക്ഷിച്ചുകൊണ്ട് കിടന്ന കിടപ്പിൽ തന്നെ മലവും മൂത്രവും ഒക്കെ പോയിട്ട് 25-30 വർഷങ്ങളോളം മലന്ന് കിടക്കുന്ന ഒരാളെ മുതുക് പൊട്ടും. പൊട്ടിയ മുതുകുന്ന് പുഴുവന്നുകൊണ്ട് പഴുപ്പൊന്നുകൊണ്ട് ചലം വന്നുകൊണ്ട് അവർ കിടക്കുന്ന റൂമിലേക്ക് നമുക്കൊന്ന് കയറിത്തില്ല പോലും പറ്റില്ല. അത്ര ദുസ്സഹമായിട്ട് സ്മെല്ല് വമിച്ചുകൊണ്ട് കിടക്കുന്ന അവരുടെ വരുമാനം കേരള സർക്കാർ കൊടുക്കുന്ന വെറും 1600 രൂപയാണ്. ഡിസേബിൾ പെൻഷൻ വെറും 1600 മാസാണ്ടാവും. ദിവസമല്ലേ, മാസം വെറും 1600 രൂപ വികലാംഗ പെൻഷൻ എടുത്തുകൊണ്ട് അട്ടം മാറ്റി കിടക്കുന്ന ആളുകളെ കുറിച്ച് എന്റെ മക്കൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇവിടെ നേഴ്സിംഗ് സ്റ്റുഡൻസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ അവസാനം എനിക്കൊരു കാര്യം പറയാനുള്ളൂ. നിങ്ങളുടെ അച്ഛനോ നിങ്ങളുടെ അമ്മയ്ക്കോ കഴുത്തുന്നത് അങ്ങനെ ഗതികൾ വരാതിരിക്കട്ടെ. നിങ്ങളുടെ അച്ഛനോ നിങ്ങളുടെ അമ്മയ്ക്കോ കഴുത്തുന്നത് നടന്നുപോയി ഒരു റൂമിൽ അവരറിയാതെ മലവും മൂത്രവും ഒക്കെ പോയി കിടക്കുന്ന സമയത്ത് പ്രായപൂർത്തിയായ നിങ്ങൾ മക്കൾ നിങ്ങളുടെ അച്ഛന്റെയും അമ്മയുടെയും മലം വൃത്തിയാക്കാൻ വേണ്ടി, മലവും മൂത്രവും വൃത്തിയാക്കാൻ വേണ്ടി ആ റൂമിലേക്ക് കടന്നു ചെല്ലുമ്പോ പ്രായപൂർത്തിയായ എന്റെ മകന്റെയോ മകളുടെയോ മുന്നിൽ ഇങ്ങനെ നിശ്ചലമായി കിടക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരുത്തി കിടന്ന് കരയുന്ന നിങ്ങളുടെ അച്ഛന്റെയോ അമ്മയുടെയോ മുഖമൊന്ന് എന്റെ പ്രിയപ്പെട്ടവർക്ക് ചിന്തിക്കാൻ പറ്റുമോ? ചിന്തിക്കണം. അച്ഛന്റെയും അമ്മയുടെയും മലവും മൂത്രം എടുക്കുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ മലവും മൂത്രവും പോയി കിടക്കുന്ന അച്ഛനും അമ്മയും കിടക്കുന്ന റൂമിലേക്ക് നിങ്ങൾ ഉത്തരവാദിത്തം കയറി ചെല്ലുമ്പോ എന്റെ മകളുടെയും മകന്റെയും ഉള്ളിൽ ഇങ്ങനെ കിടക്കേണ്ട അവസ്ഥ വന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിസ്സഹാവസ്ഥയോടെ കിടക്കുന്ന നിങ്ങളുടെ അച്ഛന്റെയും അമ്മയുടെയും മുഖം ഒന്ന് കണ്ടുകൊണ്ടാൻ പറ്റുമോ? ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എത്രമാത്രം ഭാഗ്യവതികളാണ്, ഭാഗ്യവാന്മാരാണ്. പ്രിയപ്പെട്ട മക്കളെ, നമ്മള് കോടികൾ സമ്പാദിക്കാൻ പഠിക്കും. നമ്മൾ എത്രയോ നല്ല മനുഷ്യന്മാരാവാൻ പഠിക്കാം. കിംസിന റോഡ്രിഗസ് എന്ന് പറയുന്ന ഒരു ഫാഷൻ ഡിസൈനർ എഴുത്തുകയാണ്, ഭയങ്കര ഫേമസ് ആണ്. അവർ ക്യാൻസർ പിടിച്ച് കീമോതെറാപ്പി എടുക്കുന്ന സമയത്ത്
അവർ കുറിപ്പ് എഴുതുകയാ. കുറിപ്പ് ഇങ്ങനെയാണ്: ഇന്ന് എന്റെ ബാങ്കിൽ കോടികൾ കുന്നുകൂടി കിടക്കുകയാണ്. പക്ഷേ ഇന്ന് ഞാൻ നാളെ നടക്കുന്നത് ഈ ഹോസ്പിറ്റലിൽ പറ്റത്തുകയിലാണ്. ഇന്ന് ബേസും ബെൻസും ജാഗറും എല്ലാം എന്റെ കാർപോർട്ടിലേക്ക് നിരന്ന് കിടക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ യാത്ര ചെയ്യുന്നത് ഈ ഹോസ്പിറ്റലിൽ നിന്ന് നീക്കിയതാണ്. ഇന്ന് ലോകത്ത് വരുമ്പോൾ ഏത് ഭക്ഷണവും പൈസ ഭക്ഷണം കഴിക്കാനും കേൾത്തിരിക്കുന്നത്. പക്ഷെ ഇന്ന് ഞാൻ കഴിക്കുന്നത് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ഓരോ ഗ്ലാസ് ഉപ്പ് വെള്ളവും ഒരു പിടി ഗുളികയുമാണ്. എന്റെ മുടി ചീകി ഒതുക്കാൻ സദാസമയം 6-7 ഫാഷൻ ഡിസൈനർ എന്റെ ഒപ്പം ഉണ്ട്. പക്ഷെ ഇന്ന് ക്യാൻസർ പിടിച്ച് കീമോതെറാപ്പി ചെയ്തിട്ട് എന്റെ തലയിൽ ഒരു രോഗം പോലും ഇല്ല, ചീകി ഒതുക്കാൻ. അവസാനം അവര് ആ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്: ഇന്ന് എന്റെ കോടികൾ കൊണ്ട് എനിക്കൊന്നും നേടാനില്ല. ഇന്ന് എനിക്ക് ഏറ്റവും സന്തോഷം തരുന്നത് മറ്റൊരാളുടെ തിരിച്ച മുഖവും അവരുടെ ആത്മവിശ്വാസമാക്കുന്നതുമാണ്. പ്രിയപ്പെട്ടവരെ, കോടികൾക്ക് കൊടുക്കാൻ പറ്റാത്ത നമുക്ക് ഒരാളുടെ ചിരിയിലൂടെ, ഒരു ആത്മാസ വാക്കിലൂടെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷാമമുള്ളത് ഈ 2 കാര്യങ്ങളാണ്. ഒരാളെ മനസ്സിലാക്കുക, ഒരാളോട് ചിരിക്കുക എന്ന് പറയുന്നത് നമുക്ക് എന്തൊക്കെയോ ഒരു മടി നിന്ന കാര്യമാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ആളുകൾ താമസിക്കുന്ന എവിടെയെന്ന് അറിയുമോ? ഫിൻലൻഡിലാണ്. കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് അവിടെ തന്നെ. ഈ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് വന്നപ്പോ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആ സന്തോഷമുള്ള ആളുകൾ താമസിക്കുന്നത് ഫിൻലൻഡിലാണെങ്കിലും ആ കുറിപ്പിന്റെ ആ റിപ്പോർട്ടിന്റെ 2ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് ഏറ്റവും ഈ സന്തോഷമുള്ള ആളുകൾ ഇവിടെ ഉണ്ടെങ്കിലും ഇവിടെ ആത്മഹത്യ കൊണ്ട് കുറവില്ല. അപ്പൊ സന്തോഷമുള്ള ആളുകൾ ആ സ്ഥലത്ത് ആത്മഹത്യ വരാൻ പാടില്ലല്ലോ. അവിടെ ഒരു സ്റ്റഡി നടത്തിയപ്പോ ആളുകൾ പറയുന്നത് എപ്പോഴും സന്തോഷിച്ചാൽ ഹാപ്പിനെസ് ഈസ് ബോറിംഗ് എന്ന് പറയും. അതായത് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വന്നാൽ ആ സന്തോഷവും നമുക്കൊരു ബോറിംഗ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ജീവിതം സന്തോഷങ്ങളുടെ മാത്രമല്ല, സുഖ ദുഃഖങ്ങളുടെ ഒരു സമ്മിശ്രമാണെന്നുള്ള ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ജീവിതത്തിൽ നമുക്ക് എപ്പോഴും സന്തോഷം സംഭവിക്കുന്നുണ്ടോ? ഇല്ല, ദുഃഖവും വരും. ഒരു കയറ്റം കയറിയാൽ ഒരു ഇറക്കം ഇറങ്ങിയേ മതിയാവും. ഒരു ഇറക്കം ഇറങ്ങിയാൽ അടുത്തൊരു കയറ്റം കൊണ്ടുള്ളത് അതൊരു വസ്തുതയാണ് എന്റെ പ്രിയപ്പെട്ട മക്കളെ. അപ്പൊ ജീവിതത്തിനെ സ്നേഹിക്കാനും ജീവിതത്തിനെ മനസ്സിലാക്കാനും എന്റെ മക്കൾക്ക് സാധിച്ചാണ്. ജീവന്റെ മൂല്യം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങളൊരിക്കലും ആത്മഹത്യയിലേക്ക് പോകുന്നത് ഞാൻ ഉറപ്പാണ്. അതുകൊണ്ട് ഇന്ന് വരെ നിങ്ങൾ ചിന്തിച്ചോ, നിങ്ങളുടെ കാഴ്ചപ്പാടോ എനിക്കറിയില്ല. ഇനിയെങ്കിലും ദൈവം തന്ന ഈ അനുഗ്രഹത്തിനെ മറക്കാതെ നിങ്ങളുടെ ജീവിതത്തിനെ സ്നേഹിക്കുക, മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഫെമി ഒറ്റകളാന്ന് പറഞ്ഞ 90 കോടീശ്വരനോട്, വലിയ കോടീശ്വരനാണ്, ഒരു റേഡിയോ ഇന്റർവ്യൂ ചെയ്യുന്ന ആളുകൾക്ക് അങ്ങ് വലിയ കോടീശ്വരൻ തന്നെ, അങ്ങ് ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന സന്ദർഭം ഏതായിരുന്നു? അദ്ദേഹം പറഞ്ഞു, പണ്ട് എനിക്ക് കോടീശ്വരനാവാന്ന് പറയുന്നത് ഒരു സന്തോഷമുള്ള കാര്യമായിരുന്നു. ഹാർഡ് വർക്ക് ചെയ്തപ്പോ ഞാനൊരു കോടീശ്വരനായി. പക്ഷെ ആ പണം വന്നപ്പോ എനിക്ക് അല്പനേരത്തേക്ക് സന്തോഷം ഉണ്ടായിരുന്ന സത്യമാണ്. കുറച്ച് കഴിഞ്ഞപ്പോ ആ സന്തോഷമൊക്കെ പോയി. ഇത് വേഗം കൊടുക്കാൻ പറ്റുമോ? നല്ല ചൂട് ബജായിക്ക് അല്ല, എനിക്കൊട്ടില്ല. ഞാൻ കുട്ടികൾക്ക് കൊടുക്കുമ്പോ തന്നെ അവരവരുടെ ശ്രദ്ധ കൂടാം. ഒന്ന് വേഗം കൊടുത്ത് ഞാൻ വെയിറ്റ് ചെയ്യണം മാഡം. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ പറയാനിരിക്കുന്നു, ഇല്ലെങ്കിൽ നിങ്ങൾ സന്തോഷം പടയിലേക്ക് പോകും. സന്ദർഭം ഇതാണ്. ജീവിതത്തിൽ ഒരുപാട് കോടികൾ ഞാൻ സമ്പാദിച്ചപ്പോ സന്തോഷം കിട്ടി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അത് അല്പനേരത്തേക്ക് മാത്രമേ ഉണ്ടായിരുന്നു. ഇനിയാണ് എന്റെ മക്കൾ കേൾക്കേണ്ടത്. ഒരു ദിവസം എന്റെ സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ, പിറന്ന നാൾ മുതൽ കട്ടിൽ കിടക്കുന്ന, കിടക്കാനോ നടക്കാനോ ഇരിക്കാനോ വയ്യാത്ത
കഴുത്തിന് തളർന്നു പോയ ഒരു 500ഓളം കുട്ടികൾക്ക്, അതായത് നിങ്ങളുടെ അനിയന്റെയും അനിയന്റെയും ഒക്കെ പ്രായമുള്ള ഒരു 500 ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക്, അത് കിടക്കാൻ മാത്രമേ ചെയ്യും. ആ കിടക്കുന്ന കുട്ടികൾക്ക് നീ ഒരു വീൽചെയർ നിർത്തി കൊടുക്കണം. അപ്പൊ ഈ കോടീശ്വരനായിട്ടുള്ള ഫെബി ഓട്ടോണെങ്കിൽ പറഞ്ഞു, ഇത് 500 വീൽചെയറോ, നീ ഇപ്പൊ തന്നെ പിടിച്ചോ എന്ന് പറഞ്ഞ അദ്ദേഹം അയാൾ അക്കൗണ്ടിലേക്ക് കാർഡ് ട്രാൻസ്ഫർ ചെയ്തു. 2 ദിവസം കഴിയുമ്പോ ഈ സുഹൃത്ത് ഇദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു, നീ തന്ന കാശിന് ഞാൻ വീൽചെയർ എന്ന് വിളിക്കട്ടോ, പക്ഷെ ഈ വീൽചെയർ കൊടുക്കാൻ ഞാൻ പോവില്ല, നീ എന്തെന്ന് വേണം. അപ്പൊ ഈ നടക്കാൻ വയ്യാത്ത ഭിന്നശേഷിക്കാരായ കുട്ടികളെ കാണാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് അവന്റെ ആ ഒരു ഇൻവിറ്റേഷൻ ഞാൻ തിരിച്ചിട്ടു. ഇല്ല, ഞാൻ പിന്നെ എനിക്ക് കാണാൻ താല്പര്യമില്ല. പക്ഷേ അവൻ എന്നെ നിരന്തരം നിർബന്ധിച്ചുകൊണ്ട് അവന്റെ നിർബന്ധത്തിന് വഴങ്ങി ഇഷ്ടമില്ലാതെ ആ വീൽചെയർ കൊടുക്കാൻ വേണ്ടി എനിക്ക് പോവേണ്ടി വന്നു. അദ്ദേഹം പറയാണ്, ആ വീൽചെയർ കൊടുക്കാൻ വേണ്ടി ഞാൻ പോയ ദിവസം എന്നെ മാറ്റിമറിച്ചു. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഞാൻ ആ വീൽചെയർ കൊടുക്കാൻ പോയപ്പോ ഇതേപോലത്തെ ഒരു വലിയ ഹാളില് പിറന്ന നാൾ മുതൽ കട്ടിലിൽ കിടക്കുന്ന ഒരു 500 കുട്ടികളെ ഞാൻ കണ്ടു. ഞാൻ കുട്ടികളുടെ അടുത്ത് പോയപ്പോ അതിൽ പല കുട്ടികൾക്കും അവരറിയാതെ പലതും മൂത്രം പോയിട്ടുണ്ട്. സ്വപ്നം വെച്ച് നാളുകൾ അവർക്ക് വൃത്തിയാക്കി കൊടുക്കുന്നു. ഞാൻ അവരുടെ അടുത്ത് പോയപ്പോ ആദ്യം എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. പിന്നെ അവരെ പിടിച്ചിരുത്തിയിട്ട് ആ ഞാൻ കൊടുത്ത വീൽചെയറിലേക്ക് അവരെ കോരിയെടുത്ത് ഇരുത്തിയപ്പോ പൂന്തോട്ടത്തിൽ പൂമ്പാറ്റകൾ പാടി നടക്കുന്ന പോലെ അവർ പാടി നടക്കുന്നതായി ഞാൻ കണ്ടു. ഞാൻ അവരോടൊപ്പം കുറച്ച് നേരം ചെലവഴിച്ചു. സന്തോഷത്തോടെ ചെലവഴിച്ച ശേഷം ഞാൻ അവർക്ക് മടങ്ങാൻ നേരം അതിലൊരു കുട്ടി തന്റെ വയ്യാത്ത കൈ കൊണ്ട് എന്റെ കാലിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ടൈറ്റായിട്ട് ഹഗ് ചെയ്തു. ഞാൻ അവരോട് ചോദിച്ചു, മോനെ നിനക്ക് എന്താണ് വേണ്ടത്? എന്ത് വേണമെങ്കിലും അങ്കിൾ മേടിച്ചു തരാം. അങ്കിളിനോട് പറയാം. ഈ വീൽചെയറിൽ ആ വയ്യാത്ത കുട്ടി അവന്റെ കണ്ണ് ഇങ്ങനെ നിറച്ചുകൊണ്ട് പറഞ്ഞു, അങ്കിൾ ഒന്നിനും വേണ്ടിയല്ല അങ്കിളെ അങ്കിളിന്റെ കാല് ഞാൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ചത്, മറിച്ച് നാളെ സ്വർഗത്തിൽ വെച്ച് അങ്കിളിനെ ഞാൻ കാണുമ്പോ അങ്കിളിനോട് ഒരിക്കൽ കൂടി നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി അങ്ങയുടെ മുഖം ഓർത്തിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഈ കാൽ കെട്ടിപ്പിടിച്ച് അങ്ങയുടെ മുഖത്തേക്ക് ഞാൻ ഇങ്ങനെ നോക്കുന്നത്. അദ്ദേഹം പറയുന്നു, കോടികൾ സമ്പാദിച്ചപ്പോൾ കിട്ടാത്ത സന്തോഷം ആ കുട്ടിയുടെ വാക്കിലും എനിക്ക് കിട്ടി. എന്റെ ജീവിതത്തിന്റെ മാറ്റിമറിക്കാൻ ഒരു ഉത്തരമായുള്ള കുട്ടിയുടെ. കൊറോണ സമയത്ത് നമ്മൾ കണ്ടതാണ്, കോടികൾ തലയുടെ അടിയിൽ കാത്തുവെച്ച പലരും ജർമ്മനിയിൽ. അടുത്ത നിമിഷം ഞാൻ മരിച്ചു പോകുമെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോ ആ താഴേക്ക് നോട്ടുകെട്ടുകൾ വലിച്ചെറിയുന്ന ആളുകളേക്ക് നമ്മൾ വായിക്കുന്നതാണ്. കലാഭവമണി ടീച്ചറെ 100 കോടിയുടെ ആസ്തി ഉണ്ടായിരുന്നു. ആ കോടിയിൽ 1 കോടി കൊണ്ട് അദ്ദേഹത്തിന്റെ കരളിന്റെ പേര് മനസ്സിലാക്കാൻ അദ്ദേഹം സാധിക്കില്ല. നമ്മുടെ തമിഴ്നാട്ടിലെ മുൻ മുഖ്യമന്ത്രി ജയലളിതയ്ക്ക് 10,000 കോടിയുടെ ആസ്തി ഉണ്ടായിരുന്നു. ആ ജയലളിത വീട്ടിൽ മരിച്ചു പോകുമ്പോ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാനോ ഒന്നും ആരും ഉണ്ടായില്ല. അവർക്ക് സൗന്ദര്യത്തിനോ പ്രശസ്തിക്കോ ഒന്നും ഒരു കുറവുണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത്, കോടികൾ കാശ് വേണം ജീവിക്കാൻ, ഇല്ലെന്ന് പറയുന്നു. പക്ഷെ അതിന് എത്രയോ അപ്പുറത്താണ് ഫെമി ഒട്ടനോട് പറഞ്ഞ പോലെ മനുഷ്യല്ലെങ്കിൽ സ്നേഹമല്ലെങ്കിൽ ഒരാളോട് തിരിയുന്നത്. അതാണ് ഇന്നത്തെ ലോകത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. ഈ വികാരങ്ങളൊക്കെ മനസ്സിലാക്കാൻ എന്റെ മക്കൾക്ക് സാധിക്കാൻ നിങ്ങൾ ജീവിതത്തിൽ സ്നേഹിച്ചു തുടങ്ങുന്നത് ഞാൻ ഉറപ്പാണ്. അതാണ് ഒരു ഇന്റർവ്യൂ ഞാൻ പറഞ്ഞത്. ഇനിയും നമ്മൾ കാര്യത്തിലേക്ക് വരുന്നത് ഒന്ന് പൊന്തിയിരുന്നേ, അല്ലെങ്കിൽ സ്വന്തം സ്ട്രൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇനി പലരും സ്വന്തം അനുഭവങ്ങൾ ഇത്രയും പക്കയായിട്ട് പറയാറില്ല. പക്ഷെ ഞാൻ നിങ്ങളുടെ മുന്നിൽ കുറച്ച് ആത്മാർത്ഥമായി സത്യസന്ധമായി എന്നെ ഒന്ന് അവതരിപ്പിക്കാൻ ശ്രമിക്കാം. അതിൽ കുറച്ച് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്റെ വിഷമങ്ങളെയല്ല, നിങ്ങളുടെ കണ്ണ് നനയ്ക്കണോ, നിങ്ങളുടെ മുമ്പിൽ ഒരു സ്വാതന്ത്ര്യം കാണിക്കണം, നിങ്ങളുടെ സിമ്പതിക്ക് വേണ്ടിയല്ല ഏറെ പച്ചയായിട്ട് പറയുന്നു. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഉൾക്കൊണ്ടല്ലേ ഞാൻ പറയുന്ന വാക്കുകൾ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആരും എന്റെ സിമ്പതിയോടെ നോക്കില്ല. ഒറ്റ കാരണത്താൽ ഞാൻ എന്നെ ഒരിക്കൽ കൂടി പരിചയപ്പെടുത്ത. എന്റെ പേരെന്താ?
സുരേഷ്. ശരി, എൻ്റെ പേര് ഗണേഷ് കൈലാസ്. ഞാൻ വരുന്നത് തൃക്കേരി അറിയോ? ഇവിടെ നിന്ന് 18-20 കിലോമീറ്റർ ഉണ്ടാവുകയും അവിടെ നിന്നാണ് ഒരു സാധാരണ കുന്നൂർക്കോട് എന്ന് പറഞ്ഞൊരു സാധാരണ ഗ്രാമമാണ്. എനിക്ക് വീട്ടില് അച്ഛൻ, അമ്മ, അച്ഛൻ വന്നിട്ട് താഴെ വന്നിട്ട്, അച്ഛൻ ഒരു റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറാണ്, SI ആണ്. അമ്മ നിങ്ങളിലെ പലരെയും അമ്മയെ പോലെ പാവം ഒരു വൈഫാണ്. എനിക്ക് മൂത്തൊരു ചേച്ചിയാണ്. ചേച്ചി ബാംഗ്ലൂർ സെറ്റിലാണ്. അതിന്റെ താഴെ ഏട്ടനാണ്. ഏട്ടൻ 24 മണിക്കൂറും ഇന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ ഏട്ടനെ നോക്കുന്ന ഒരു ഏട്ടനാണ്. ഇന്നും പലപ്പോഴായി എന്റെ പലവും മൂത്രവും എടുക്കുന്നത് എന്റെ ഏട്ടനാന്ന് പറയാൻ എനിക്കൊരു നാളല്ല. കാരണം അറിയോ, അത്രമാത്രം ഈ എന്താ പറയാ, പരസ്പരം കൊല്ലുന്ന സഹോദരങ്ങളുള്ള കാലത്ത് ഒരനിയനെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ഏട്ടനെ കുറിച്ച് ഞാൻ എന്തോ പറഞ്ഞാലും കുറഞ്ഞു പോകുന്നതുകൊണ്ട് അവൻ വലിയവനാണെന്ന് പറഞ്ഞ കൊച്ചനെ ഞാൻ ആഗ്രഹിക്കില്ല. ഏറ്റവും ചെറിയ ആളാണ് ഞാൻ. എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡോട് ബാംഗ്ലൂർ ചേർക്കുന്ന വർക്ക് ചെയ്യുന്നത്. എനിക്ക് 2 മരുമക്കളുണ്ട്. പിന്നെ എന്റെ ജീവിതം ഞാൻ ഒരിക്കലും നടക്കുമെന്ന് വിചാരിക്കുന്ന ഒരു സംഭവം നടന്നു. ഒരു 8 വർഷം മുമ്പേ എന്റെ കല്യാണം കഴിഞ്ഞു. എന്റെ ഭാര്യയുടെ പേര് ശ്രീലേഖ എന്നാണ്. ശ്രീലേഖ കണ്ണൂർ ചെമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ജോഗ്രഫി ടീച്ചറാണ്. എനിക്ക് ഞങ്ങൾക്ക് മോനുണ്ട്. മോന്റെ പേര് അശ്വിൻ. അപ്പൊ തിരക്കിലില്ലാത്ത സന്തുഷ്ടമായിട്ട് മുമ്പോട്ട് പോകണം. ഞാൻ ഡിഗ്രി വരെ പഠിച്ചത് പാലക്കാട് ഗവൺമെന്റ് കോളേജ് തിരൂരിലാണ്. അതിലേക്ക് PG MA എക്കണോമിക്സ് ചെയ്തത് പട്ടപ്പാലം NSS കോളേജിലാണ്. ഒരു കോളേജിൽ പഠിക്കുമ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് എന്തൊക്കെ ആക്ടിവായിട്ട് ചെയ്യാൻ പറ്റുമോ, ആർട്സ്, സ്പോർട്സ്, NCC, നാച്ചുറൽ ക്ലബ്, ക്രിക്കറ്റ്, ഫുട്ബോൾ, ഷട്ടിൽ, ഡാൻസ്, എല്ലാത്തിലും വളരെയധികം ആക്റ്റീവായിട്ട് സ്റ്റുഡൻ്റാണ്. ഇവിടെ എൻ്റെ അനിയന്മാരും അനിയന്മാരും കാക്കിയിരിക്കുമ്പോ ഞാൻ പഠിച്ച എന്റെ ഡിഗ്രി കോളേജിന്റെ സീനിയർ അണ്ടർ ഓഫീസർ ആയിരുന്നു ഞാൻ എന്ന് പറയാൻ കൂടി ഞാൻ ആഗ്രഹിക്കണം. NCC-യുമായിട്ട് അഭയമായിട്ടൊരു ബന്ധമാണ്. എന്റെ അച്ഛൻ റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ ആയതുകൊണ്ടായിരിക്കാം, വളരെ ചെറുപ്പത്തിൽ ഞാൻ കാക്കിയിട്ടെടുക്കാൻ വളർന്നുകൊണ്ടായിരിക്കാം, അന്നും ഇന്നും എന്നും എന്നോട് ഏറ്റവും വലിയ സൂപ്പർ ഹീറോ ആരാണെന്ന് വെച്ചാൽ വെള്ളിത്തിരി കോടികൾ പ്രതിഫലം വാങ്ങിയിട്ട് തിരക്കഥയ്ക്കനുസരിച്ച് ആടുന്ന നിർത്തുന്ന മിന്നുതാരങ്ങളല്ല ഞാൻ കണ്ട എന്റെ ഏറ്റവും വലിയ സൂപ്പർ ഹീറോ. ഉദാഹരണത്തിന് മമ്മൂട്ടിയോ, മോഹൻലാലോ, സുരേഷ് ഗോപിയോ, പൃഥ്വിരാജോ, ഫഹദ് ഫാസിലോ, ആസിഫ് അലിയോ, വിരാട് കോഹ്ലിയോ, രോഹിത് ശർമ്മയോ ഒന്നും അല്ലടോ ഞാൻ കണ്ട എന്റെ ഏറ്റവും വലിയ സൂപ്പർ ഹീറോ. ഞാൻ കണ്ട എന്റെ ഏറ്റവും വലിയ സൂപ്പർ ഹീറോ 77-ാമത്തെ വയസ്സിൽ ഇന്നും എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന എന്റെ അച്ഛനാണ് ഞാൻ കണ്ട എന്റെ ഏറ്റവും വലിയ സൂപ്പർ ഹീറോ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. മക്കളെ, നമ്മുടെ സൂപ്പർ ഹീറോ സിനിമയിലുള്ള ആളുകളാവരുത്. നിങ്ങളെ സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്ന, നിങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്ന നിങ്ങളുടെ അച്ഛനാവണം നിങ്ങളുടെ ഏറ്റവും വലിയ സൂപ്പർ ഹീറോ. എന്റെ അച്ഛൻ എന്റെ ഏറ്റവും വലിയ സൂപ്പർ ഹീറോ ആയതുകൊണ്ടായിരിക്കാം, വളരെ ചെറുപ്പം തന്നെ കാക്കിയിട്ട് വളർന്നുകൊണ്ടായിരിക്കാം, വളർന്നു വലുതായിട്ട് ഞാനും ഒരു സബ് ഇൻസ്പെക്ടർ വേണ്ടി ആഗ്രഹിക്കും. ഇങ്ങനല്ല, എനിക്ക് നല്ലൊരു വെൽ ബിൽഡഡ് ബോഡിയില്, നല്ല ദൈവം തന്ന ഒരു നല്ല നാച്ചുറൽ ആയിട്ടൊരു ബോഡിയില്, ആര് കണ്ടാലും ജിമ്മനാണെന്ന് പറയുന്ന ഒരു ബോഡി. അതിനുള്ള വിദ്യാഭ്യാസ യോഗ്യത ശാരീരിക ക്ഷമതയപ്പോ ഞാനൊരു സബ് ഇൻസ്പെക്ടർ ടെസ്റ്റ് എഴുതി, ഒരു SI ആവാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ടെസ്റ്റ് എഴുതിയിട്ട് അതിന്റെ പ്രിലിമിനറി ആദ്യത്തെ ഘട്ടം പാസ്സായപ്പോഴാണ് താൽക്കാലികമായി ഏട്ടൻ മെഡിക്കൽ കമ്പനി ജോലി കിട്ടുന്നത്. ആ ഏട്ടൻ എറണാകുളത്തേക്ക് പോയി. 2006 മെയ് 5-ന് ജോലി സംബന്ധമായ ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി ഏട്ടൻ ബൈക്കിൽ പോകുമ്പോ, ഏട്ടന്റെ ഭാഗ്യത്തിനോ ദുർഭാഗ്യത്തിനോ ഞാൻ പൻവേയിലൂടെ പോകുമ്പോ ഒരു ജീപ്പ് റോങ് സൈഡ് കയറി വന്നു ഏട്ടനെ ചെടി. ഞാൻ പൻവേയിൽ പോകുമ്പോ ജീപ്പ് റോങ് സൈഡ് കയറി വന്നിരിക്കുന്നത് എന്റെ തെറ്റാണോ? അതെപ്പോഴായാലും ഏട്ടൻ സംഭവിക്കുന്നു. അങ്ങനെ വളരെ അപ്രീക്ഷമായ ഇരിയായതുകൊണ്ടായിരിക്കാം ബോധം പോയ ശേഷമാണ് ഞാൻ റോഡിലേക്ക് വീണത്. റോഡിലേക്ക് വീണതിന്റെ ആഘാതത്തിൽ ഞാൻ എന്റെ ഹെൽമെറ്റ് തെറിപ്പോയി ആൺകുട്ടികൾ കേൾക്കണം. ഈ തെറിച്ചു പോയപ്പോ എന്റെ തല പോയി റോഡിൽ കുത്തി മടങ്ങിയിട്ട് സ്പൈനൽ കോഡ് ചുറ്റുമുള്ള എല്ല് പൊട്ടിയിട്ട് ആ എല്ല് പോയി സ്പൈനൽ കോഡിൽ കുത്തി കയറി. മെഡിക്കൽ സയൻസ് പറയുന്നത് നമ്മുടെ സ്പൈനൽ കോഡ് ചെറിയൊരു സ്ക്രാച്ച് ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തെ വളരെയധികം ബാധിക്കുന്നു. അങ്ങനെ സ്പൈനൽ കോഡ് ചുറ്റുമുള്ള എല്ല് പൊട്ടിയിട്ട് ആ സ്പൈനൽ കോഡിൽ കുത്തി കയറുന്ന വ്യക്തിക്ക് അതെത്രത്തോളം ബാധിക്കുന്ന കാര്യം എന്റെ മക്കളെ ആലോചിച്ചിട്ടില്ല. ഒരു 3 മിനിറ്റോളം ഞാൻ റോഡിൽ ഇങ്ങനെ ചോര പോയി കിടന്നു.
ഇതെല്ലാം കണ്ടുകൊണ്ട് എന്റെ പിന്നാലെ വന്നിരുന്ന മംഗലാപുരത്ത് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഏട്ടനെ എടുത്തുകൊണ്ട് അടുത്തുള്ള സ്വകാര്യ ആശുപത്രി കൊണ്ടാക്കിയത്. ഇത് നിങ്ങൾക്കറിയോ, കേരളത്തിനകത്തും പുറത്തും 1400-ലധികം വേദികൾ ചെയ്യാൻ വലിയൊരു ഭാഗ്യം കിട്ടിയ വ്യക്തിയാണ്. ഇന്ന് വാണിയംകുളത്ത് ഈ സ്റ്റേജിന് അഭിസംബോധന ചെയ്യുന്നുണ്ട്. എന്റെ സഹോദരന്മാരോട് സംസാരിക്കുമ്പോൾ ഗണേശന് ഒരേ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. ആ വിഷമം എനിക്ക് അപകടം പറ്റിയത് ഓർത്തോട്ടല്ല, മറിച്ച് 2006 മെയ് 5 അപകടം പറ്റി 99% പോയി കിടക്കുന്ന അവസ്ഥയിൽ ദൈവത്തിന്റെ അതിശയമായ കരങ്ങളാകുന്ന രക്ഷിച്ച ആ മംഗലാപുരത്ത് പഠിക്കുന്ന വിദ്യാർത്ഥിയെ ഇന്ന് വരെ ഒന്ന് കാണാൻ, ആ വ്യക്തിയോട് നന്ദി വാക്ക് പറയാനോ ഇന്ന് വരെ ഗണേശേട്ടന് സാധിക്കില്ല. പാസഞ്ചർ എന്ന സിനിമയിലെ ദിലീപിന്റെ അല്ലെങ്കിൽ ശ്രീനിവാസിന്റെ ദിലീപിന്റെ അവസ്ഥയില്ല. ഇന്നും അദ്ദേഹം ആരാണെന്നോ അദ്ദേഹത്തിന്റെ മതമേത്, ജാതിയേത്, രാഷ്ട്രീയമേത്, നിറമേതെന്നോ അദ്ദേഹം അറിയിക്കണോ. പക്ഷെ ഒരു കാര്യം മാത്രമായിട്ട് അറിയാം, അദ്ദേഹം നല്ലൊരു വ്യക്തിയായിരുന്നു, നല്ലൊരു മനുഷ്യത്വമുള്ള ഒരു വ്യക്തിയാണ്. ഏട്ടനെ അടുത്തുള്ള സ്വകാര്യ ആക്കി പറഞ്ഞു. പിറ്റേ ദിവസം ഏട്ടനെ കാണാൻ വേണ്ടിയിട്ട് ഐസിയുടെ ഡോറിൽ വന്ന ഞാൻ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എന്റെ അമ്മ, എന്റെ അമ്മയും അച്ഛനും ഐസിയുടെ ഡോറിൽ വന്നിട്ട് ആ ഡോറിലെ കട്ടൻ മാറ്റിയിട്ട് എന്നെ കണ്ട സന്തോഷത്തിൽ എനിക്കൊരു ടാറ്റ വന്നപ്പോ എന്റെ അമ്മയെ കണ്ട സന്തോഷത്തില് അമ്മയ്ക്ക് ഒരു ടാറ്റ കൊടുക്കാൻ വേണ്ടി എന്റെ കൈ പൊട്ടിക്കുമ്പോ എന്റെ കൈ പൊട്ടുന്നില്ല. കൈ അവിടെ ഇങ്ങനെ ചത്ത് കിടക്കുകയാണ്. അപകടങ്ങളുടെ ഇത്രയും ആരോഗ്യമുള്ള ശല്യമുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അഭിമാനിക്കുന്നു, ദൈവത്തോട് നന്ദി പറയുന്നു. പക്ഷെ അപകടത്തിന് ശേഷം എന്റെ പെറ്റമ്മയ്ക്ക് കൈ പൊട്ടിച്ചൊരു ഒരു ടാറ്റ പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ എനിക്ക് വന്നു പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഇത്രയൊക്കെ നമ്മളെല്ലാം ആരാധിക്കുന്ന അഹങ്കരിക്കുന്ന നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ. എന്റെ കുറച്ച് കഴിയുമ്പോ എന്റെ കയ്യിലെ തരിപ്പ് കൂടി, കാലിന്റെ തരിപ്പ് കൂടി, കഴുത്തുകൾ മൊത്തം തരിപ്പായി. ബെഡിൽ നിന്ന് യൂറ് വെട്ടുമ്പോഴാണ് യൂറ് പോലെ മനസ്സിലാവും. ബെഡിൽ നിന്ന് മലം അല്ലെങ്കിൽ മോഷന്റെ സ്മെല്ലും വേണം എനിക്ക് മോശം പോയതെന്ന് മനസ്സിലാവും. അതിന് 99% പോയ വ്യക്തിയിലേക്ക് ഏട്ടൻ നിമിഷങ്ങൾ കൊണ്ട് മാറുന്നു. നിങ്ങളെപ്പോലെ ഉണ്ടായിരുന്ന വ്യക്തി ഒരു സുപ്രഭാതം തന്റേതല്ലാതെ അപകടത്തെ തുടർന്ന് ജീവിതം കൈവിട്ടു പോയ ഒരു കഥയും അത് തിരിച്ചു പിടിക്കാൻ പെടാപ്പാടുപെടുന്ന ഏട്ടന്റെ കഥയുമാണ് എന്റെ മക്കൾക്ക്. എന്റെ കൈയും കാലത്ത് നനക്കാൻ പറ്റാത്ത അവസ്ഥ ഡോക്ടർ പറഞ്ഞു. എനിക്ക് പ്രത്യക്ഷം പേര് പരിക്കൊള്ളുന്നില്ല, അവിടെ ഇവിടെ തോല് പോയിട്ട് മാത്രമേ റോഡിലൊക്കെ തോല് പോയിട്ട് മാത്രമല്ല, ഇത് വേറെ പ്രശ്നം തോന്നില്ല. അപ്പൊ ഡോക്ടർ നമുക്കൊരു MRI സ്കാൻ നോക്കാം. അങ്ങനെ എന്നെ MRI സ്കാൻ എടുക്കാൻ വേണ്ടി കൊണ്ടുപോയി. ആ MRI സ്കാന്റെ റിസൾട്ട് കണ്ടപ്പോ ഡോക്ടർ വേഗം എന്റെ അച്ഛനെയും അമ്മയും അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഇനി മകനെ ഒന്നിനും പറ്റില്ല, മകന്റെ ജീവിതം വേസ്റ്റാണ്, മകനെ സ്ട്രെച്ചറിൽ മാത്രമേ കിടക്കാൻ പറ്റുള്ളൂ, മകൻ എത്ര ജീവിക്കുമെന്ന് പറയാൻ പറ്റില്ല. ആ ഡോക്ടർ എന്റെ അച്ഛന്റെയും അമ്മയുടെയും മുഖം നോക്കി പറഞ്ഞു, നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ അമ്മയോടും അച്ഛനോടും നിങ്ങളെ കുറിച്ച് ഇങ്ങനൊരു ഡോക്ടർ പറഞ്ഞാൽ നിങ്ങളുടെ അച്ഛന്റെയും അമ്മയുടെയും മാനസികാവസ്ഥ എന്തായി. പക്ഷെ ഇന്നും ആ ഡോക്ടറെ കുറിച്ച് നിങ്ങളോട് പറയുമ്പോ എനിക്ക് ആ ഡോക്ടറുടെ യാതൊരു ദേഷ്യമില്ല. ഇനി എന്നെ ഒന്നിനും പറ്റില്ല, എന്റെ ജീവിതം വേസ്റ്റ് ആണ്, എന്റെ സ്ട്രെച്ചറിൽ മാത്രമേ കിടത്താൻ പറ്റുള്ളൂ, എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ നെഗറ്റീവായിട്ടുള്ള വാക്കാണ് എന്ന് കേരളം ഉടനീളം അകത്ത് പുറത്തുമായി 1400 വേദികൾ ചെയ്യാൻ എന്നെ പ്രാപ്തമാക്കിയത്. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന, നിങ്ങളെ പരാജയപ്പെടുത്തുന്ന, നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സമൂഹത്തിലാണോ ഞാനും നിങ്ങൾക്ക് ജീവിക്കുന്നത്. ഒരാൾ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുമ്പോൾ അവരുടെ വാക്കുകൾ നിങ്ങൾ പെട്ടുപോയാൽ നിങ്ങളുടെ ജീവിതമാണ് അവിടെ അവതരണത്തിലാണ്. പക്ഷെ അതിൽ നിന്നും ഒരു പോസിറ്റീവായിട്ട് എനർജി കണ്ടെത്താൻ എന്റെ പ്രിയപ്പെട്ട എന്റെ ഈ MRI സ്കാനുമായിട്ട് റിസൾട്ടുമായിട്ട് കേരളത്തിൽ അടുത്ത് ഒരുപാട് ഹോസ്പിറ്റലിൽ പോയി. ആരും എന്നെ ഏറ്റെടുക്കുന്നില്ല, അത്രയും വലിയ ഇഞ്ചുറിയായി. അവസാനം കോട്ടയത്തുള്ള വൈക്കം ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിലെ ഡോക്ടർ അജയ് കുമാർ, അദ്ദേഹം ദൈവത്തിലേക്ക് ഞാൻ കാണുന്നു. ഇപ്പോഴും ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്ത് ഇങ്ങനെ കണ്ടുവിടെ കാണും. അദ്ദേഹമാണ് എന്നെ സർജറി എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് 6 ദിവസം കഴിഞ്ഞിരുന്നു എന്റെ BP പൾസൊക്കെ വളരെ വീക്കായി ഞാനിങ്ങനെ മാർഗത്തിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്റെ മക്കളോടൊക്കെ ജീവിതം മനസ്സിലാക്കിയ ഒരു സന്ദർഭത്തെ കുറിച്ച് പറയട്ടെ. അതിതാണ്, ഞാൻ ആ ഹോസ്പിറ്റലിൽ ICUവിൽ കിടക്കുന്ന സമയത്ത് രാത്രി 2 മണിക്കും 3 മണിക്കൊക്കെ പ്രാവുകൾ ചെറുകടിക്കുന്ന ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ഞാൻ ഉറക്കത്തിൽ എവിടുന്ന ഈ പ്രാവുകൾ ചെറുകടിക്കുന്നത് നോക്കുമ്പോ അത് പ്രാവുകൾ ചെറുകടിക്കുന്നതല്ല, മറിച്ച് അടുത്ത് കിടന്ന പലരും ശ്വാസം കിട്ടാതെ, ഒരു തുള്ളി ശ്വാസം കിട്ടാതെ കാലിട്ടടിക്കുന്ന സൗണ്ടാണ് ചെറുകിട്ടടിയെന്ന് എനിക്ക് തോന്നുന്നു. പ്രിയപ്പെട്ട മക്കളെ, പലരും ലൈവായിട്ട് മരിച്ചു പോകുന്നു ഞാൻ കണ്ടിട്ടുണ്ട്.
മരിച്ചുപോയ അച്ഛനെയും അമ്മയുടെയും മൃതദേഹത്തിന് മുകളിൽ വാമട്ട് കരയുന്ന മക്കളെയും ബന്ധുക്കളെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കന്ന് സംസാരിക്കണം ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന എന്റെ അച്ഛനും അമ്മയും പ്രിയപ്പെട്ടവരെല്ലാം ഐസിന് പുറത്തായത് പറ്റി കാണാൻ പറ്റില്ലായിരുന്നു. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ തൊഴിൽ കൈകിടന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ എന്തും നിങ്ങളോട് ഉണ്ടാകുന്ന ചിന്തണ്ടെങ്കിൽ അത് വെറും ഒരു വിദ്യാധാരണ മാത്രമാണ്. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം ഒറ്റപ്പെട്ട ഒരു സന്ദർഭം അത് ആർക്കും ഒഴിവാക്കാൻ പറ്റില്ല. അത് നമ്മൾ നേരിട്ടേ പറ്റൂ. അന്നെങ്കിലും നിങ്ങൾ ഒറ്റപ്പെടുന്ന സന്ദർഭം വന്നാൽ അത് നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഓർത്തെടുക്കാൻ സാധിക്കാൻ ആ സന്ദർഭത്തിന് മറികടക്കാൻ എന്റെ വാക്കുകൾ നിങ്ങളെ സഹായിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. 6-ാമത്തെ ദിവസം നിർബന്ധ ഡിസ്ചാർജ് കണ്ടുകൊണ്ട് ഞാൻ കണ്ട ഹോസ്പിറ്റലിൽ ലിഫ്റ്റ് എടുക്കുമ്പോ ജോലി സംബന്ധമായി ഇതേ അപകടത്തിന് ഇതേ ഹോസ്പിറ്റലിൽ പല പ്രാവശ്യം പോയിട്ടെങ്കിലും മരണത്തെ മുൻകണ്ടുകൊണ്ട് ലിഫ്റ്റ് എടുക്കുന്ന ഗതികൾ എനിക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. എന്റെ മകളെ ഏട്ടനാ ലിഫ്റ്റ് എടുക്കുമ്പോ ഒരു ഇരുട്ടേട്ടനെ മാറി വിളിക്കുന്നു. ആ ഇരുട്ടിനെ വേണമെങ്കിൽ മാറ്റം തെളിയിക്കാൻ ഞാൻ പലരും മുഖാമുഖം കണ്ടിട്ടുണ്ട്. എന്നെ കൊണ്ടുപോകാൻ വേണ്ടി താഴെ നിർത്തിയിരിക്കുന്ന ആംബുലൻസിന്റെ അടുത്തേക്ക് പോയപ്പോ എന്റെ സുഹൃത്തുക്കളും എന്റെ ബന്ധുക്കളും ഒക്കെ അവിടെ തിങ്ങി ചെന്ന് നിൽക്കണം. ഞാൻ അവരുടെ മുഖത്തേക്ക് നോക്കിയപ്പോ അവരുടെ മുഖത്തൊരു ആശങ്ക കാണാൻ ഇവ പോകുന്നത് മരണത്തിലേക്കാണെന്നൊരു ആശങ്ക. എന്നെ സ്ട്രക്ചറിൽ ആംബുലൻസിനുള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ചപ്പോ എന്റെ അടുത്ത് കാവലിരുന്ന് എന്റെ അച്ഛന്റെയും അമ്മയുടെയും മുഖത്ത് നോക്കിയപ്പോ എന്റെ അമ്മയുടെയും അച്ഛന്റെയും മുഖത്തും കാണാൻ പറ്റും സാർ ആ ആശങ്ക. സ്വന്തം മനം പോകുന്നത് മരണത്തിലേക്കാണെന്നൊരു ആശങ്ക. അങ്ങനെ വൈക്കം ഇതോ അമേരിക്കൻ ഹോസ്പിറ്റലിൽ കുറച്ച് ഡോക്ടർ പറയാമോ, ഗണേഷ് ഇത്രയും ദിവസമായതുകൊണ്ട് നിങ്ങളുടെ BP പൾസൊക്കെ വളരെ വീക്കാണ്, സർജറി ചെയ്യാൻ പറ്റില്ല, നമുക്ക് 2 ദിവസം കടത്തി നോക്കാം. അവിടെ 2 ദിവസം കടത്തി ഒരു 2 ദിവസം കഴിഞ്ഞപ്പോ ഒരുപാട് പേര് പ്രാർത്ഥനകളുണ്ടായിരിക്കാം എന്റെ BP പൾസൊക്കെ നോർമലായി. നിങ്ങൾക്കറിയോ അത് എത്ര പേര് കാണപ്പെടുന്നത് 14 മണിക്കൂറോളം നീണ്ടൊരു സർജറിയാണ് എനിക്ക് ചെയ്തത്. ഈ കഴുത്തിന്റെ ഇവിടെ നിന്ന് ഇതുവരെ കയറിയിട്ടുള്ള ഒരു സർജറിയാണ് 14 മണിക്കൂറോളം. എന്ന് ഞാൻ കണ്ണാടി നോക്കുമ്പോ കണ്ണാടികളുടെ മുഖം നല്ല നോക്കാം. അതുകൊണ്ട് മുമ്പ് ഞാൻ ഏറ്റവും കൂടുതൽ നോക്കി എന്റെ മുഖം എനിക്ക് തെറ്റില്ല, ഞാൻ വലിയ ഭംഗിയുള്ളവനാണ്. പക്ഷെ സാറേ അപകടത്തിന് ശേഷം ഞാൻ കണ്ണാടി നോക്കുമ്പോ എന്റെ മുഖത്തേക്കല്ല നോക്കുക, പക്ഷെ എന്റെ പാടുകളിലേക്കാണ്. ഈ പാടുകളാണ് ഇന്ന് എന്നെ ഗണേശാക്കിയത്. ഇന്നത്തെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞത് കഴിഞ്ഞ 19 വർഷമായിട്ട് ഞാൻ അനുഭവിച്ച വേദനകളും യാതനകളും ഈ കണ്ട അനുഭവങ്ങളോടും ഇന്നെന്റെ ഏറ്റവും വലിയ ശക്തി. ഇനിയൊക്കെ എന്നെ മാനസികമായി തളർത്തുക എന്ന് പറയുന്നത് അസാധ്യമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അത് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം. എന്നെ ആദ്യമായിട്ട് വീൽ ചെയറിലേക്ക് ഇരുത്തിയപ്പോ ഫിസിയോതെറാപ്പി ബന്ധപ്പെട്ട് ഇരുത്തിയപ്പോ ഇവിടെ ഇരുന്ന് നേഴ്സിംഗ് കുട്ടികൾക്ക് നിങ്ങൾക്ക് ഒന്ന് കണ്ണു കാണാൻ സാധിക്കണം. നാളെ നിങ്ങൾ കാണാൻ പോകുന്ന ആളുകളെ കുറിച്ച് ഞാൻ പറയും. എന്നെ ഫിസിയോതെറാപ്പിക്ക് വേണ്ടിയിട്ട് വീൽ ചെയറിലേക്ക് ഇരുത്തിയപ്പോ കഴുത്താണ് കുഴഞ്ഞു പോയതുകൊണ്ട് എനിക്കൊരു ബാലൻസ് ഉണ്ടായിരുന്നില്ല. എന്നെ ഇരുത്തിയപ്പോൾ ഞാൻ ബെഡിലേക്ക് വീണ് പോവാണ്. ബെഡിലേക്ക് വീണ് പോയിരിക്കുമ്പോൾ എന്റെ പുതപ്പ് കൊണ്ട് കിട്ടിയിട്ടു എന്റെ കൈ ഇങ്ങനെ വെച്ചപ്പോ എന്റെ ഇവിടെ കൈയുണ്ടെന്ന് പോലും എനിക്ക് അറിയുന്നില്ല. ഞാൻ അറിയാതെ എന്റെ കൈകൾ ഇങ്ങനെ വീണ് പോവാണ്. ആ കൈകൾ വീണ് പോവാതിരിക്കാൻ വേണ്ടി തോർത്തുമുണ്ടോണ്ട് എന്റെ കൈ കെട്ടിയിട്ടു. അത്തരമൊരു സാഹചര്യത്തിലാണ് എന്നെ വീൽ ചെയറിലേക്ക് ഇരിക്കുന്നത്. അപകടത്തിന് മുമ്പേ ജോലി സംബന്ധമായിട്ട് പല ഹോസ്പിറ്റലിൽ പോകുമ്പോഴും ഇത്തരത്തിലുള്ള വീൽ ചെയർ കാണുമ്പോ ഈ വീൽ ചെയറിൽ ഗതികൾ എനിക്ക് വെറുതെ ഈശ്വരാന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ച പോലെയാണോ എനിക്ക് വന്നത്? നമ്മൾ വിചാരിക്കുന്നവർ സംഭവിക്കുന്നത് നമ്മുടെ ജീവിതം അല്ല, അപ്രതീക്ഷിതമായിട്ട് എന്ത് സംഭവിക്കുന്നുവോ അതാണ് നമ്മുടെ ജീവിതം. പക്ഷെ ഒരു സത്യം തന്നെ പറയാം, പണ്ട് ഞാൻ ആഗ്രഹിച്ചില്ലെങ്കിൽ ഇന്ന് എന്റെ ഏറ്റവും വലിയ ആത്മാർത്ഥ സുഹൃത്താണ് ഈ വീൽ ചെയർ പറയുന്നത് അഭിമാനിക്കുകയാണ്. ഒരു സുപ്രഭാതത്തിൽ എന്റെ ജീവിതം നിശ്ചലമായപ്പോ എന്റെ ദൈവം പറഞ്ഞു, നീ ഒരിക്കലും നിശ്ചലമായി പോകേണ്ടവരല്ല, നീ ചലിച്ചുകൊണ്ടേയിരിക്കും. അതിന് ചലിച്ചുകൊണ്ടേയിരിക്കാൻ വേണ്ടി ദൈവം തന്ന അനുഗ്രഹമാണ് ഈ ചക്രക്കസേര. എന്തോ എനിക്ക് ഇഷ്ടമാണോ ഈ ചക്രക്കസേര, അതിനേക്കാൾ വിശ്വാസമാണോ ഈ ചക്രക്കസേരയുടെ ചക്രം. അതുകൊണ്ട് ഈ ചക്രക്കസേര വീൽ ചെയർ എന്ന ജീവിതത്തിന്റെ ഭാഗമാണെന്ന് പറയാൻ ഞാൻ ഏറെ അഭിമാനിക്കുകയാണ്. അവിടെ നിങ്ങോട്ട് 19 വർഷം നേരത്തെ അനുഭവം പറഞ്ഞാൽ ഒരു പക്ഷേ ഇവിടെ എന്റെ മക്കൾക്ക് ശ്രമിച്ചു പറയില്ല. ഞാൻ ഒരു മനുഷ്യൻ ഒരായിരത്തിന് അനുഭവിക്കേണ്ടതല്ല ഞാൻ അനുഭവിച്ചത്. പക്ഷെ എന്റെ മനസ്സിനെ പഠിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന, മരവിപ്പിക്കുന്ന അത്തരത്തിലുള്ള അനുഭവം എനിക്കുണ്ടാവുമ്പോ ഞാൻ എന്റെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കും എന്ന് ഞാൻ നേരിട്ടവനാണ്. ഇന്ന് ഇതിന് നേരിട്ട് നാളെ നന്നായാലോ? അങ്ങനെ ആ ഒരു സന്ദർഭത്തിലും നല്ലൊരു നാളെ കൊണ്ട് എനിക്ക് സ്വപ്നം കാണാൻ സാധിക്കും എന്നുള്ളതാണ് ജീവിതം മുന്നോട്ട് പോയതിന്റെ സഹായം. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടങ്ങളും പരാജയ ഘട്ടങ്ങളും
അതൊരിക്കലും ജീവിതത്തിന്റെ അവസാനമല്ല. മറിച്ച് ദൈവം നിങ്ങൾക്കായി നല്ലൊരു നാളെ വിട്ടിട്ടുണ്ട്. ആ നല്ല നാളെയും വിശ്വസിക്കാൻ സാധിച്ചാൽ, ഞാൻ വിശ്വസിച്ച പോലെ സാധിച്ചാൽ, നിങ്ങൾക്ക് ആ സമയവും കടന്നു പോകാൻ അത്ര വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. അപ്പൊ എന്റെ വിഷമങ്ങൾ, എന്റെ ചെറിയ കഷ്ടപ്പെട്ട അനുഭവം ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇനി എന്റെ ചെറിയ സന്തോഷങ്ങൾ കേൾക്കണമെന്നുണ്ടാവും. എന്തായാലും എന്റെ ചെറിയ സന്തോഷങ്ങൾ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എന്റെ ചികിത്സ ഒരു ഉത്സാഹത്തിന് വേണ്ടി എറണാകുളത്ത് ക്ലിനിക്കിലേക്ക് പോയപ്പോൾ അവിടെ നിങ്ങളുടെ പ്രായമുള്ള 14, 17, 18, 19 വയസ്സുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ, ആൺകുട്ടികൾ അപകടം സംഭവിക്കും, പെൺകുട്ടികൾ അസുഖം ബാധിച്ചൊക്കെ കിടക്കുന്നത് കണ്ടു. അവിടെ എന്നെ ചികിത്സിച്ച് ഡോക്ടറിനോട് പറഞ്ഞു, ഗണേഷ്, അവിടെ കിടക്കുന്ന ഓരോ കുട്ടികളും എന്റെ സ്വപ്നം തീർന്നു, എന്റെ സ്വപ്നം അസ്തമിച്ചു പറഞ്ഞുകൊണ്ട് കിടക്കുന്നവരാണ്. ഗണേഷ് ഒന്ന് പോയി സംസാരിക്കും. ഞാൻ എന്ന് പറഞ്ഞത് എനിക്ക് ഇരിക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലും ഞാൻ അവരോട് പോയി പറഞ്ഞു, ഇതാണ് ജീവിതം എന്ന് അവരോട് പറഞ്ഞപ്പോ എന്റെ സ്വപ്നങ്ങൾ തീർന്നു, എന്റെ സ്വപ്നങ്ങൾ അസ്തമിച്ച ഒരുപാട് പേർക്ക് ജീവിതത്തിന്റെ പുത്തൻ പ്രതീക്ഷകൾ കൊടുക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങൾ ഞാൻ കരുതുന്നത്. അത് നാട്ടിലേക്ക് വന്നപ്പോ മുന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്ക് ഞാൻ സൗജന്യമായിട്ട് തൊഴിൽപ്പെടുത്തിയിരുന്നു. അതോടൊപ്പം ഞാൻ ഈ ക്യാൻസർ പിടിച്ച അസുഖം ബാധിച്ച് അങ്ങനെ കിടക്കുന്ന ആളുകളെ കാണാൻ വേണ്ടി ഞാൻ പോയിരുന്നു. അതിനെ മോട്ടിവേഷൻ ഉണ്ടാവും, ഇൻസ്പിറേഷൻ ഉണ്ടാവും, എന്ത് പേരിലൂടെ നിങ്ങൾക്ക് വിളിക്കാം. ഒരു ദിവസം അപ്രതീക്ഷിതമായി എന്നെ കാണുന്ന മാതൃകയുടെ പത്രപ്രവർത്തകൻ ഗോപാലകൃഷ്ണൻ അദ്ദേഹം നന്ദിയോടെ സ്മരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഗണേഷ് ഒരിക്കലും 4 തൊഴിൽ നടക്കുന്ന വ്യക്തിയല്ല, മറിച്ച് ലോകം പറയേണ്ട വ്യക്തിയാണ്. അത് ഈ 2 ദിവസം കഴിഞ്ഞപ്പോ അദ്ദേഹം എന്നെ വിളിച്ചൊരു ഇന്റർവ്യൂ എടുത്തു. എന്റെ മക്കൾക്കറിയോ, 2015 ഓഗസ്റ്റ് 9